Hi, very good morning, and once again, warm welcome to Voice of Edin's Edin. This is Edin. Warm welcome, every Harrigians. This is Edin from Voice of Edin's Edin. കഴിഞ്ഞ 2 വർഷത്തിലധികമായി നമ്മളൊരു വലിയ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പലരും ജീവിതത്തിൻ്റെ പല കടമ്പകളും, സഹനത്തിൻ്റെ പല കടമ്പകളും കടന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും സംഭവിക്കാൻ ആഗ്രഹം ഇല്ലാത്ത, സംഭവിക്കാൻ പാടില്ലാത്ത ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. പലരും നമ്മെ വിട്ടുതന്നെ, ഇഹലോകം വിട്ടുതന്നെ പോയി. അത്ര വലിയ തിക്താനുഭവങ്ങളിലൂടെ ഓരോ ഹൈറിച്ചിയനും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കോടതി വിധികൾ പലതും ഉണ്ടാകുന്നു. അത് ഇന്ന് തീരും, നാളെ തീരും. ഇന്ന് നമ്മൾ പുതിയ യുഗത്തിലേക്ക് വരും. ഇന്നൊരു പുതിയ അനുഭവത്തിലേക്ക് വരുന്നു. പുതിയൊരു ജീവിതത്തിൻ്റെ പാത നമുക്ക് ഇന്ന് സാധ്യമാകും എന്നോരോരുത്തരും പ്രതീക്ഷയുടെ മേൽ പ്രതീക്ഷ വെച്ച് ഓരോ ദിവസവും തള്ളി നീക്കി മാസങ്ങളായി, വർഷങ്ങളായി, അങ്ങനെ 2-3 വർഷത്തിലേക്ക് അടുക്കുകയാണ്. നമ്മൾ ഇന്നും ഹൈറിച്ച് അതിൻ്റെ തിക്താനുഭവത്തിൻ്റെ പാതയിലൂടെ തന്നെ നിലകൊണ്ടു പോവുകയാണ്. നമുക്ക് ആ കമ്പനിയെ, നമ്മളുടെ വരുമാനത്തിൻ്റെ, നമ്മളുടെ സമ്പത്ത് നിക്ഷേപിച്ച ആ സമ്പത്തിനെ തിരിച്ചെടുക്കാനുള്ള ഒരു ഭാഗ്യം അതൊക്കെ നേടിയെടുക്കേണ്ടതിൻ്റെ നമ്മുടെ ആവശ്യകതയാണ്. നമ്മളുടെ ഓരോ വീടിൻ്റെയും അവസ്ഥ, ഇന്നത്തെ അവസ്ഥ വളരെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തക്ക സങ്കടത്തിലൂടെയാണ് ഇന്ന് ഓരോരുത്തരും നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ കരകയറാൻ, നമ്മളുടെ സാമ്പത്തികം ഇന്ന് ബാങ്കുകളിൽ നിക്ഷിപ്തമായി ഫ്രീസായി, അവിടെ നിന്നും ട്രഷറികളിലേക്ക് മാറ്റി അതിനൊരു പലിശ നൽകി, ആ പലിശയും ഇതിൻ്റെ ഓരോ ഉപഭോക്താക്കൾക്കും നൽകുന്നതിലേക്ക് കോടതി വിധിക്കുകയുണ്ടായി എങ്കിൽ പോലും ഒരു അന്തിമ വിധി ഇന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, പല ബാഹ്യശക്തികളുടെയും ചെവിയിലെ കിന്നാരം മൂലം പല അധികാരത്തിലിരിക്കുന്ന വിഭാഗങ്ങൾക്കും ഏതാണ് സത്യം, ഏതാണ് അസത്യം എന്ന് തിരിച്ചറിയാൻ ഇന്നും സാധിച്ചിട്ടില്ല
പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ പോകുന്നതിനാൽ കോടതി വിധികൾ നീണ്ട് പോകുന്നതിനാലും കോടതി വിധിക്കായി നാം ഇന്നും കാത്തിരുന്ന് കാലം നീണ്ടു പോകുന്നതിലൂടെ നമുക്കൊരുപാട് നമ്മളുടെ പ്രിയ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജീവിതാവസ്ഥകൾ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങിപ്പോകുന്ന ഈ ഒരു അവസ്ഥയിൽ ഓരോ ഹൈറിച്ചിയനും തങ്ങൾക്ക് അവകാശപ്പെട്ട സാമ്പത്തികവും തങ്ങൾക്ക് അവകാശപ്പെട്ട വരുമാന മാർഗവും തങ്ങൾക്ക് അവകാശപ്പെട്ട സാമ്പത്തിക വരുമാന മാർഗത്തിൻ്റെ അടിസ്ഥാനമായ നമ്മളുടെ ഹൈറിച്ച് കമ്പനിയെ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിനെ ബോധ്യപ്പെടുത്തുവാൻ, ഇതിൻ്റെ അസത്യസത്യങ്ങൾ ബോധ്യപ്പെട്ട് തീർച്ചയായിട്ടും നമ്മളുടെ കമ്പനിയെ നമുക്ക് തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 29-ാം തീയതി, അതായത് ഇന്നേ ദിവസം ഇപ്പോൾ എല്ലാവരും ഇന്നത്തെ എന്ത് കാലാവസ്ഥ പ്രതികൂലമോ അനുകൂലമോ ആയെങ്കിൽ തന്നെയും നമ്മളുടെ ഈ ഒരു ധർണയിൽ മനസ്സും ശരീരവും ആരോഗ്യവും ഒരുമിച്ച് പരിപൂർണതയോടെ അതിൽ ഏർപ്പെട്ട് ഈ ഒരു ധർണ വലിയൊരു വിജയം ആക്കി മാറ്റണം എന്ന് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഓരോ അംഗങ്ങളുടെയും വളരെ ആവശ്യകമായ നമ്മുടെ സാമ്പത്തികം നമുക്ക് തിരികെ ലഭിക്കാൻ, നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തുവാനും നിലനിർത്തുവാനും നമുക്ക് അത്യാവശ്യം ആയ ഒരു ഘടകമാണ് ഇത്. സർക്കാരിനെ ബോധ്യപ്പെടുത്തുക നമ്മുടെ ഇന്നത്തെ അവസ്ഥ. ആ ബോധ്യപ്പെടലിലൂടെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ കമ്പനിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഒരു അനുഗ്രഹമാണ്. ഇത്തരുണത്തിൽ ഈ ധർണയിൽ ഓരോ സഹോദരങ്ങളും ഓരോ സഹോദരിയും ഓരോ ഹൈറിച്ചിയൻ മെമ്പേഴ്സും തീർച്ചയായിട്ടും നാം സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമാധാനപരമായ ധർണയിൽ ഓരോ ജില്ലയിൽ നിന്നുമുള്ള നമ്മുടെ കിടിലങ്ങളായ നമ്മുടെ പ്രതിനിധികൾ തീർച്ചയായിട്ടും പൂർണ്ണ മനസ്സോടെ ഇതിൽ പങ്കുചേർന്ന് ഈ ധർണയെ ഒരു വൻ വിജയം ആക്കി തീർക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന ഓരോ ഹൈറിച്ചിയനും എൻ്റെ അഭിവാദനങ്ങൾ. ജയ് ഹൈറിച്ച്. This is Edin signing off from Voice of Edin's Edin. Thank you. Jai Harichi. ജീവൻ നമുക്ക് അവകാശം എങ്ങനെ വിട്ടുകൊടുക്കും? എങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളെ നാം പൊട്ടിച്ചെറിഞ്ഞു തീർക്കും? കൊടുങ്കാറ്റാണ് ഈ മനസ്സ്, ദൃഢനിശ്ചയമല്ലോ ഹൃദയം. 23 ഡിസംബർ മാസം കമ്പനി അടച്ചുപൂട്ടുന്നതുവരെ കൃത്യമായി GST അടച്ച കമ്പനിയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. ഒരു GSTയിലൂടെ മാത്രമല്ല, എന്നൊരു നാട്ടിൽ തിരിച്ചു വന്നേ മതിയാകൂ, തിരിച്ചു വന്നേ മതിയാകൂ, തിരിച്ചു തന്നെ മതിയാകൂ, തിരിച്ചു തന്നെ മതിയാകൂ. തൃശ്ശൂരപ്പേരൂർ എന്നൊരു നാട്ടിൽ
കേട്ടോ. Yes.